പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷേത്രവും ഗാത്രവും എന്നുള്ളതാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. 13-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. അതായത് മനുഷ്യ ശരീരം ഒരു ക്ഷേത്രത്തിന് സമാനമാണ്, അഥവാ ക്ഷേത്രം തന്നെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരൂപമാണ് ക്ഷേത്രം. ശരീരത്തെ ക്ഷേത്രമെന്ന് സങ്കല്പിക്കുമ്പോൾ, അഥവാ ക്ഷേത്രത്തെ ശരീരമെന്ന് സങ്കല്പിക്കുമ്പോൾ ശരീരഭാഗങ്ങളും ക്ഷേത്രഭാഗങ്ങളും തമ്മിൽ ചില സാമ്യതകളുണ്ടാകണം. മനുഷ്യ ശരീരത്തിനുള്ളതുപോലെ തന്നെ ക്ഷേത്ര ശരീരത്തിനും 2 ഭാഗങ്ങളുണ്ട്, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ഈ ക്ഷേത്രം ആണ് ഭൗതിക ശരീരം, ക്ഷേത്രജ്ഞനാണ് സൂക്ഷ്മ ശരീരം. ശ്രീകോവിൽ അതായത് ഗർഭഗൃഹം, സോപാനം, ബലിവട്ടം അതായത് അകത്തെ പ്രദക്ഷിണ വഴി, മുഖമണ്ഡപം, നാലമ്പലം, ബലിക്കല്ല്, വിളക്കുമാടം, ധ്വജസ്തംഭം, പുറത്തെ പ്രദക്ഷിണ വഴി, ഗോപുരം, പുറം മതിൽ തുടങ്ങിയവ ദേവൻ്റെ സ്ഥൂലദേഹഭാഗങ്ങളാണ്, ദേവൻ്റെ ഭൗതിക ശരീരഭാഗങ്ങളാണ്. ശ്രീകോവിലിനുള്ളിലെ ഷഡാധാര പ്രതിഷ്ഠിതമായ ദേവവിഗ്രഹം മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രതീകമാണ്. പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹംബോധം, ആത്മാവ്, ഇതാണ് സൂക്ഷ്മ ശരീരം മനുഷ്യൻ്റെ. അതിൻ്റെ പ്രതീകമാണ് ഈ ശ്രീകോവിലിനുള്ളിലെ ഈ പ്രതിഷ്ഠ. ശ്രീകോവിൽ ദേവൻ്റെ ശിരസ്സായും, ബലിവട്ടം മുഖമായും, മുഖമണ്ഡപം ഗളമായും, നാലമ്പലം കൈകളായും, ധ്വജസ്തംഭം അതായത് കൊടിമരം നട്ടെല്ലായും, പുറത്തെ പ്രദക്ഷിണ വഴി ഉദരമായും, പുറമതിൽ മുട്ടുകളും കണങ്കാലുകളുമായും, ഗോപുരം ദേവപാദങ്ങളായും വേദശാസ്ത്രങ്ങൾ വർണ്ണിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 6 ഊർജ കേന്ദ്രങ്ങളുണ്ട് എന്ന് വേദശാസ്ത്രങ്ങൾ പറയുന്നു. അവയെ ഷഡ്ചക്രങ്ങൾ അഥവാ ഷഡാധാരങ്ങൾ എന്ന് പറയുന്നു. ഇവ ശരീരത്തിലൂടെയുള്ള ഊർജപ്രവാഹത്തെ നിയന്ത്രിക്കുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ ഇവയാണ് ഷഡ്ചക്രങ്ങൾ. ഇവയ്ക്കെല്ലാം മുകളിലായി വിടർന്നു നിൽക്കുന്ന താമരപ്പൂ പോലെ ബോധമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. അതാണ് സഹസ്രാര പത്മം. ഇവയെല്ലാം നട്ടെല്ലിനോടൊപ്പം താഴെ നിന്ന് മുകളിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്തി ഈ 6 ചക്രങ്ങളും കടന്ന് സഹസ്രാര പത്മത്തിലെത്തുമ്പോഴാണ് ആത്മാനന്ദം എന്ന അനുഭൂതി ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഷഡാധാരങ്ങൾക്ക് സമാനമായി ക്ഷേത്രത്തിലും വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ഷഡാധാര പ്രതിഷ്ഠയാണ് ചെയ്യുന്നത്. വിഗ്രഹത്തിൻ്റെ അടിത്തട്ടിൽ ആത്മീയ ഊർജം ഉറപ്പിക്കുന്നതിനായി നടത്തുന്ന ഒരു നിക്ഷേപമാണ് ഈ ഷഡാധാര പ്രതിഷ്ഠ. ഇതിൽ ആധാരശില, നിധികുംഭം, കൂർമ്മം, പത്മം. ഈ പത്മം എന്ന് പറയുന്നത് ശില കൊണ്ടാകാം, രജതമാകാം, സ്വർണമാകാം. യോഗനാളം, നപുംസകശില എന്നീ 6 വസ്തുക്കളാണ് ഈ ഷഡാധാര പ്രതിഷ്ഠയിൽ സ്ഥാപിക്കുന്നത്. ഇവയ്ക്ക് ഷഡാധാരം എന്നാണ് പറയുന്നത്, ഷഡാധാര പ്രതിഷ്ഠ. ഇത് മനുഷ്യ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനു മുകളിൽ മനുഷ്യ ശരീരത്തിലെ മൂലപ്രകൃതിക്ക് തുല്യമായ പീഠം. ആ പീഠത്തിലാണ് ബിംബത്തെ പ്രതിഷ്ഠിക്കുക. പീഠം മൂലപ്രകൃതിയും ബിംബം പരംപുരുഷനുമാകുന്നു. അതായത് ബ്രഹ്മത്തിൻ്റെ 2 ഭാവങ്ങളാണ് ബ്രഹ്മത്തിൻ്റെ 2 ഭാവങ്ങളാണ് ഈ മൂലപ്രകൃതിയും പരംപുരുഷനും, പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ
പീഠം മൂലപ്രകൃതിയും ബിംബം പരംപുരുഷനുമാകുന്നു. ജീവാത്മാവിൻ്റെ വാസസ്ഥാനമായ ശരീരം എന്നതുപോലെയാണ് പരമാത്മചൈതന്യത്തിൻ്റെ വാസസ്ഥാനമായി ക്ഷേത്രത്തെ സങ്കല്പിക്കുന്നത്. ശരീരത്തിനുള്ളിലെ ആത്മാവിനു സമാനമാണ് ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹം. മന്ത്രതന്ത്ര വിധികളിലൂടെ ആചാര്യൻ അഥവാ തന്ത്രി തൻ്റെ പ്രാണനെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയാണ് വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്നത്. അതിനാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. വിഗ്രഹങ്ങൾ അഥവാ പ്രതിഷ്ഠാബിംബങ്ങൾ 8 വിധത്തിലുണ്ട്. ഭാഗവതത്തിൽ പറയുന്നതാണിത്. ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ, സൈഗതി, മനോമയി, മണിമയി എന്നിവയാണ് 8 തരം വിഗ്രഹങ്ങൾ. ഈശ്വര വിഗ്രഹങ്ങൾ 8 തരത്തിലുണ്ട് എന്ന് ഭാഗവതം പറയുന്നു. അതിൽ ശൈലി എന്ന് പറഞ്ഞാൽ ശില കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം. ദാരുമയി, ദാരു അഥവാ മരം, തടി കൊണ്ട് നിർമ്മിച്ചത്. ഉദാഹരണം പുരി ജഗന്നാഥൻ്റെ ഒക്കെ വിഗ്രഹം തടി കൊണ്ട് നിർമ്മിച്ചതാണ്. ലൗഹി, ലോഹനിർമ്മിതം, ലോഹം കൊണ്ട് നിർമ്മിച്ച, പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ. ഉദാഹരണത്തിന് ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹമാണ്. ലേപ്യ, ലേപ്യ എന്ന് വെച്ചാൽ ചിത്രം, പെയിൻറ്റിങ്, ഫോട്ടോ, അതാണ് ലേപ്യം എന്ന് പറയുന്നത്. ലേഖ്യ, പൊടി കൊണ്ട് എഴുതിയ രൂപം, അതായത് കളമെഴുത്തും പാട്ടിനൊക്കെ നമ്മൾ എഴുതുന്ന കളം, അത് പൊടി കൊണ്ട് എഴുതുന്ന രൂപമാണ്. സൈഗതി, മണ്ണ്, കളിമണ്ണ്, മണൽ ഇവയൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന രൂപത്തിനാണ് സൈഗതി എന്ന് പറയുന്നത്. മനോമയി, ഇതൊന്നുമില്ലെങ്കിൽ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന രൂപം, ആ മനസ്സിൽ രൂപപ്പെടുന്ന സങ്കല്പത്തിൽ നമ്മൾ സങ്കല്പിക്കുന്ന ആ രൂപം, മനസ്സിൽ സങ്കല്പിക്കുന്ന രൂപം, അതും ഒരു പ്രതിഷ്ഠയാണ്. മണിമയി, മണി എന്ന് പറഞ്ഞാൽ രത്നം, രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്. വജ്രം, പവിഴം, മരതകം തുടങ്ങിയ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം. ഇങ്ങനെ 8 തരം വിഗ്രഹങ്ങൾ, ഈശ്വരാരാധനയ്ക്കായി നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾ 8 തരമുണ്ട് എന്ന് ഭാഗവതം പറയുന്നു. ഈശ്വരൻ്റെ രൂപം നമുക്കാർക്കും നിർവചിക്കാനാവില്ല. പക്ഷേ അതിനൊരു ദേവതാരൂപം കൽപ്പിച്ച് ആ ചൈതന്യത്തെ വിഗ്രഹത്തിൽ സന്നിവേശിപ്പിച്ച് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ആ വിഗ്രഹത്തിൽ ഇഷ്ടദേവതാരൂപത്തിൽ ദർശിക്കുന്നതാണ് ക്ഷേത്ര ആരാധനയുടെ സങ്കല്പം. അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യണമെങ്കിൽ, സങ്കല്പിക്കണമെങ്കിൽ ഒരു ഇമേജ് വേണം. ഒരു ഇമേജ് ഉണ്ടെങ്കിലേ, നമുക്കൊരു രൂപമുണ്ടെങ്കിലേ നമുക്ക് അതിനെ സങ്കല്പിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് ഭൂമിയുടെ ഗോളാകൃതി മനസ്സിലാക്കുവാൻ ആദ്യം നമ്മൾ ഒരു ഗ്ലോബ് കാണിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു ഇമേജ് വേണം പഠിക്കുവാനായിട്ട്. അതുപോലെയാണ് ഈശ്വര ചൈതന്യത്തെ അറിയുവാൻ വിഗ്രഹങ്ങൾ ഉപയുക്തമാകുന്നത്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് യാഗശാലയുടെ ആകൃതിയിലാണ്. യാഗശാലയിൽ ഉത്തരവേദിയിലാണ് അഗ്നി കത്തിക്കുന്നത്. ഉത്തരവേദിയുടെ ആകൃതി സമചതുരം അല്ലെങ്കിൽ വൃത്തം ആണ്. ആയതിനാൽ ശ്രീകോവിൽ സമചതുരത്തിലോ വൃത്താകൃതിയിലോ നിർമ്മിക്കാം. ഉത്തരവേദിയുടെ നടുവിലാണ് അഗ്നി കത്തിക്കുന്നത്. അതുപോലെ ശ്രീകോവിലിന് നടുവിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ശ്രീകോവിലിനകത്തെ വിഗ്രഹം പ്രകാശോർജം, താപോർജം, ശബ്ദോർജം, രാസോർജം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വളരെ ശാസ്ത്രീയമാണ്. ക്ഷേത്രത്തിനകത്ത് മുഴങ്ങുന്ന ശംഖനാദം, ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇടയ്ക്ക, നാദസ്വരം, മന്ത്രധ്വനി, മണിനാദം എന്നിവയുടെ ശബ്ദഘോഷങ്ങളിലൂടെ ശബ്ദോർജവും കത്തിച്ചു വച്ച ദീപങ്ങളിലൂടെ പ്രകാശ താപ ഊർജങ്ങളും ചന്ദനത്തിരി, ചന്ദനം, കളഭം, കർപ്പൂരം, പനിനീർ എന്നീ സുഗന്ധദ്രവ്യങ്ങൾ, ചെത്തി, ചെമ്പരത്തി, പിച്ചകം, മന്ദാരം, തുളസി എന്നീ പുഷ്പ പത്രാദികൾ കൊണ്ടുള്ള അർച്ചനയിലൂടെ രാസോർജവും വിഗ്രഹത്തിലേക്ക് പൂജാകർമ്മങ്ങളിലൂടെ സന്നിവേശിപ്പിക്കപ്പെടുന്നു. ഈ വിഗ്രഹത്തിൽ ആഗിരണം ചെയ്യപ്പെട്ട ഊർജം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിലേക്ക് നട തുറക്കുന്ന സമയത്ത്, അതായത് ദർശന സമയത്ത് വികിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നട തുറക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ തൊഴുന്നത്. ഇത്തരത്തിൽ വികിരണം ചെയ്യപ്പെടുമ്പോൾ
സ്വാഭാവികമായും വിഗ്രഹത്തിൽ നിന്നും ചോർന്നു പോകുന്ന ഊർജം, അതായത് ഓരോ ദർശന സമയത്തും ഈ പൂജാദികൾ കൊണ്ട് വർദ്ധിപ്പിച്ച ചൈതന്യം ഓരോ ദർശന സമയത്തും വിഗ്രഹത്തിൽ നിന്നും ഭക്തജനങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ്. അങ്ങനെ പ്രവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഊർജ്ജലോപം, ചൈതന്യലോപം വിഗ്രഹത്തിന് സംഭവിക്കും. ഇങ്ങനെ ചോർന്നു പോകുന്ന ഊർജം നിത്യേന മുടങ്ങാതെ നടത്തുന്ന പൂജാകർമ്മങ്ങളിലൂടെ പൂജാരി വിഗ്രഹത്തിലേക്ക് വീണ്ടും നിറയ്ക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്നും സാധനാനുഷ്ഠാനങ്ങളിലൂടെയും പൂജാകർമ്മങ്ങളിലൂടെയും ആത്മചൈതന്യം പൂജാരിയിലേക്കും പൂജാസമയത്ത് പൂജാരിയിൽ നിന്ന് വിഗ്രഹത്തിലേക്കും സന്നിവേശിപ്പിക്കപ്പെടുന്നു. ക്ഷേത്ര ദർശന വേളയിൽ പ്രതിഷ്ഠയിൽ നിന്നും അത് ഭക്തരിലേക്കും പ്രവഹിക്കുന്നു. ക്ഷേത്ര ദർശനത്തിലൂടെ കൃത്യമായ അളവിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ ഉത്തേജനം നമുക്ക് ലഭിക്കുന്നു. ശ്രീകോവിലിലെ വിഗ്രഹത്തിൻ്റെ പ്രഭാമണ്ഡലം ചാർത്തിയ സ്വർണ്ണാഭരണങ്ങൾ, തിളങ്ങുന്ന ഓട്ടുവിളക്കുകൾ, ജ്വലിക്കുന്ന ദീപനാളങ്ങൾ എന്നിവ നമ്മുടെ കണ്ണുകളെ ചൈതന്യവത്താക്കുന്നു. മന്ത്രധ്വനികൾ, വാദ്യമേളങ്ങൾ, മണിനാദം, ശംഖധ്വനി, സോപാന സംഗീതം, കീർത്തനാലാപനം ഇവയൊക്കെ ചെവികളെ ഉത്തേജിപ്പിക്കുന്നു. പ്രസാദമായി ലഭിക്കുന്ന ഭസ്മം, ചന്ദനം, കുങ്കുമം, കളഭം, ചെവിയിലും മുടിയിലും ചൂടുന്ന ഔഷധ പുഷ്പങ്ങൾ, ഇലകൾ ഇവ ത്വക്കിനെ ചൈതന്യവത്താക്കുന്നു. കർപ്പൂരം, ചന്ദനത്തിരി, സുഗന്ധപുഷ്പങ്ങൾ, ഇലകൾ, തൈലം, പനിനീർ ഇവയുടെ സുഗന്ധം മൂക്കിനെ ഉത്തേജിപ്പിക്കുന്നു. തീർത്ഥം, ത്രിമധുരം, നിവേദ്യം, പായസം, പഞ്ചാമൃതം തുടങ്ങിയവ നാക്കിനെ പോഷിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ക്ഷേത്രം ഊർജ സ്രോതസ്സുകളുടെ ആകിരണ വികിരണ കേന്ദ്രമാണ്. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്നും അഥവാ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതേതോ അതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയെ വിഗ്രഹം വികിരണം ചെയ്യുന്ന ഊർജം സ്വീകരിക്കാൻ പാകത്തിൽ തയ്യാറാക്കേണ്ടതുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര സങ്കല്പത്തിലും പൂജാവിധികളിലും അനുഷ്ഠാന കർമ്മങ്ങളിലും ഉന്നത നിലവാരം പുലർത്തിപ്പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി തോന്നിയേക്കാം. കുളത്തിലോ പുഴയിലോ മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് വിഗ്രഹത്തിൽ നിന്ന് ഉള്ള ഊർജപ്രവാഹം ശരിയായി സ്വീകരിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കുളിച്ചീറനായി ക്ഷേത്ര ദർശനത്തിന് പോകണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഈറൻ വസ്ത്രം അല്ലെങ്കിൽ തന്നെയും മേൽവസ്ത്രം ഇല്ലാതിരുന്നാലും വിഗ്രഹത്തിൽ നിന്ന് വികിരണം ചെയ്യുന്ന ഊർജം ശരീരത്തിൽ ഏൽക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പുരുഷന്മാർ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ഷർട്ട്, ബനിയൻ ഇവ ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. കാരണം ആ ഊർജം സ്വീകരിക്കുവാൻ കുറച്ചുകൂടി അത് സാധ്യമാക്കി തരും. പുരുഷന്മാർ നെഞ്ചിലൂടെ ഈശ്വര ചൈതന്യം ആഗിരണം ചെയ്യുമ്പോൾ സ്ത്രീകൾ കണ്ഠം, നെറ്റി, പുരികമധ്യം എന്നീ ഭാഗങ്ങളിലൂടെയാണ് ചൈതന്യം സ്വീകരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മേൽവസ്ത്രത്തിന് ക്ഷേത്രങ്ങളിൽ വിലക്കില്ല. മറ്റു മതവിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ ഉള്ള ആലയങ്ങൾ മാത്രമാകുമ്പോൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം ഈശ്വര ദർശനത്തിനുള്ളതാണ്. അതുവഴി ദേവവിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന ചൈതന്യം ഉൾക്കൊള്ളുവാനുള്ളതാണ്. ജീവനുള്ള മനുഷ്യ ശരീരത്തിന് തുല്യമാണ് ദേവചൈതന്യമുള്ള ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.